ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന, എന്നാൽ അധികം നമുക്ക് റിസ്ക് ഇല്ലാത്ത നല്ല കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്, 2-3 ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എങ്ങനെ നടത്തണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലരോടും ചോദിക്കാറുണ്ട്. പലരും പല ഉത്തരങ്ങളും നൽകാറുണ്ട്. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശവും നെഗറ്റീവായിട്ടുള്ള വശവും ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതലും എന്നാൽ നല്ല സേഫായിട്ടുള്ളതുമായ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുന്ന ഒന്നാണ് മണ്ണ് വാങ്ങിക്കുക എന്നുള്ളത്. നമ്മൾ സ്ഥലം വാങ്ങിച്ചിടുക. സ്ഥലം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോകില്ല. നമുക്ക് എപ്പോഴും വരുമാനം കൂടുകയാണ് ചെയ്യുന്നത്. വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതിന് വാല്യൂ കുറഞ്ഞു പോകുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല അതിന് വാല്യൂ കുറയാത്തത്. നമ്മുടെ മണ്ണ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ജനസംഖ്യ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പം ആളുകൾക്ക് ഈ സ്ഥലം വാങ്ങിക്കാനുള്ള വരുമാനം ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ സ്ഥലം കിട്ടാനില്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അധികമായിട്ട് എന്തെങ്കിലും പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്ഥലം വാങ്ങിച്ചിടാൻ സാധിക്കുമെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ച് നമ്മൾ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും നിങ്ങൾക്കത് വിൽക്കണമെന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ ആ സ്ഥലം അതുപോലെ തന്നെ കിടന്നോട്ടെ, അതിന് വാല്യൂ കണക്കാക്കുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് എത്രയോ മടങ്ങായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷത്തിന് മേലിൽ വരും. അതവിടെ കിടന്നോട്ടെ, വരും തലമുറയ്ക്ക് ഉപയോഗിക്കാമെന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മറ്റെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്ത ഈ സ്ഥലം വാങ്ങിക്കുന്നതിൽ തന്നെ ചില ആളുകൾ ഫ്ലാറ്റുകൾ വാങ്ങിക്കാറുണ്ട്, അല്ലേ? ഈ ഫ്ലാറ്റ് എന്ന് വാങ്ങിക്കുന്നത് നമുക്ക് അത്ര നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഫ്ലാറ്റ് വാങ്ങിക്കുന്ന അത്ര നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഫ്ലാറ്റിന് ഒരു ഡിപ്രിഷിയേഷൻ വാല്യൂ വരും. നമ്മളിപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഫ്ലാറ്റാണെങ്കിൽ അത് വർഷം കഴിയുന്തോറും ആ ഫ്ലാറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, ഈ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരു ലൈഫ് ടൈമുണ്ട്. അതായത് ഒരു ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പൊളിച്ചു മാറ്റേണ്ടി വരും. അപ്പം തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന നഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് കഴിവതും നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ ഫ്ലാറ്റുകൾ ചൂസ് ചെയ്യാതിരിക്കുക. നമുക്കിപ്പം താമസിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കഴിവതും ഈ ഭൂമിയായിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. ഭൂമിയായിട്ട് വാങ്ങിച്ച് അവിടെ തന്നെ നിങ്ങളൊരു വീട് വയ്ക്കാൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ശ്രമിക്കാം. ഒരിക്കലും മണ്ണിൻ്റെ വില താന്നു പോകുന്നില്ല, ഒരിക്കലും അത് താഴേക്ക് വരുന്നില്ല, അത് കൂടി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിട്ട് ഇടാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ നിങ്ങൾ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വില്ലകൾ പണിയാനായിട്ടോ നോക്കുക. നമുക്ക് സ്വന്തം ഓൺ പ്രോപ്പർട്ടി ആയിരിക്കണം. ഫ്ലാറ്റിനേക്കാളും ബെറ്ററാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചിടുന്നത്. അടുത്ത രണ്ടാമതായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ വില കമ്പയർ ചെയ്ത് നോക്കാം. ഗോൾഡ് വില ഇങ്ങനെ കൂടി പോകണം. ഒരു ടൈം പീരീഡ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗോൾഡ് വിലയൊക്കെ എപ്പോഴും ഇത് കൂടി നമുക്ക് കൂടുമ്പോൾ 1000 അല്ലെങ്കിൽ 2000 ഒരുമിച്ച് കൂടിയിട്ട് അത് കുറയുമ്പം ചിലപ്പോൾ നമുക്ക് കുറയുന്നത് 500 രൂപയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 100 രൂപയായിട്ടായിരിക്കാം നമുക്കത് കുറയുന്നത്. പക്ഷേ ഒരു കൃത്യമായ ഒരു ടൈം പീരീഡിനകത്ത് തന്നെ ഇത് ഡബിളായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളിയുടെ വിലയായിക്കോട്ടെ, അതുപോലെ കോപ്പർ, ഇങ്ങനെയുള്ള മെറ്റലുകൾ നമ്മൾ സൂക്ഷിക്കാൻ സാധിക്കും. വാങ്ങിച്ച് വയ്ക്കാനായിട്ടൊക്കെ നമുക്ക് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല വരുമാനമാണ്. ഗോൾഡ്, വെള്ളി അതുപോലുള്ള
പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വാല്യൂ കിട്ടും. അതും നഷ്ടം സംഭവിക്കാത്ത നല്ല ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഈ പറഞ്ഞ പ്രീഷ്യസ് മെറ്റൽസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ. അതുപോലെ സ്റ്റോൺ മീൻസ് പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസുകൾ, പേൾസ്, അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പിന്നെ മറ്റൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതിൻ്റെയും ഷെയറുകൾ വാങ്ങിച്ചുകൊണ്ടാണ്. ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. അപ്പോൾ നമ്മളവിടെ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതൊരു ഞാണിന്മേൽ കളിയാണ്. കൃത്യമായി മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടും, നല്ല ലാഭം കിട്ടുന്ന ഒരു മേഖലയാണ്. അതേപോലെ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കഴിഞ്ഞാലും എല്ലാം നഷ്ടമാകുന്നൊരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല, അതായത് ഷെയർ മാർക്കറ്റിംഗ്, ട്രേഡിങ്, അങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് മേഖല. നല്ല നല്ല ബിസിനസ്സുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ എന്തൊക്കെയാണ്, ആ കമ്പനിയുടെ ഇന്ന് വരെയുള്ള മുന്നോട്ട് പോയിട്ടുള്ള പ്രയാണം, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചരിക്കുന്ന ഒരു രീതി, അതിൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെയൊന്ന് ചരിത്രമെല്ലാം ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കതിന് ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നല്ല ഗ്രോത്ത് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സേവിങ്സ് അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം വേണമെങ്കിൽ നമുക്ക് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ ഒക്കെ നമ്മൾ FD ഇടുക. അതിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം, വളരെ സേഫാണ്. പക്ഷേ നമുക്ക് ചെറിയ രീതിയിലൊക്കെ വരുമാനങ്ങൾ നമുക്കതിൽ നിന്നും ഗ്രോത്ത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും സേഫായുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, മണ്ണ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഏറ്റവും സേഫാണ് ആൻഡ് സെക്യൂറാണ്. അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രീഷ്യസ് മെറ്റൽസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും കുറഞ്ഞതൊരു 10-50 വർഷത്തേക്കൊന്നും ഇതിൻ്റെ വിലയൊന്നും താഴേക്ക് പോകില്ല. ഇതിൻ്റെ വിലയൊക്കെ കൂടി തന്നെ പോവുള്ളൂ. അപ്പം നമുക്ക് പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നമ്മുടെ കയ്യിൽ സർപ്ലസ് ആയിട്ടുള്ള കാശ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ കടം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഗ്രോത്ത് ഇല്ലാത്ത ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. നമുക്ക് ഗ്രോത്ത് ഉള്ളതിനകത്ത് നമ്മളിപ്പം ക്രെഡിറ്റിൽ നമുക്ക് കുറച്ച് പണം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മേഖലകളാണ് ഈ ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് പ്രീഷ്യസ് മെറ്റൽസ്, മണ്ണ് വാങ്ങിച്ചിടുക, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.